ഗുഡ് മോർണിംഗ് ആൾ. ഇന്ന് നമ്മൾ സർദാ ഫാളിനെ കുറിച്ചാണ്, അതിൻ്റെ ഡിസൈനാണ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ സർദാ ഫാൾ എന്ന് പറയുന്നത് സാധാരണ സിമ്പിളി ഒരു ഫാളാണ്. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാൾസ് ഫ്ലൂയിഡ് മെക്കാനിക്സ് 1-ൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിൽ സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ ജസ്റ്റ് അതിനെക്കുറിച്ചെല്ലാം ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞായിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാൾസ് ഏതൊക്കെയാണെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്രസ്റ്റ് കാണും, ഒരു ക്രസ്റ്റിൻ്റെ മുകളിലൂടെ വാട്ടർ എന്ത് ചെയ്യുന്നു, ഫ്ലോ ചെയ്യുന്നു. അതിന് മുകളിലൂടെ ഫ്ലോ ചെയ്ത് താഴേക്ക് പോകുന്നു, അടുത്ത എൻഡിലോട്ട് പോകുന്നു. അതാണ് ഫാൾ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഈ സർദാ ഫാൾ എന്ന് പറയുന്നത് ഫസ്റ്റ് UP-യിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൻ്റെ എക്കണോമിയും സിംപ്ലിസിറ്റിയും ആണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് സർദാ ഫാളിൻ്റെ ഡിസൈനാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ഡിസൈൻ എ സർദ ടൈപ്പ് ഫാൾ ഫോർ ദി ഫോളോയിങ് ഡാറ്റ. ഫുൾ സപ്ലൈ ഡിസ്ചാർജ് അപ്സ്ട്രീം എൻഡിലെയും ഡൗൺ സ്ട്രീം എൻഡിലെയും ഫുൾ സപ്ലൈ ഡിസ്ചാർജ് 40 ക്യുമെക്സ് ആണ്. ഫുൾ സപ്ലൈ ലെവൽ അപ്സ്ട്രീം എൻഡിലും ഡൗൺ സ്ട്രീം എൻഡിലും വാല്യൂസ് വന്നിട്ടുണ്ട്. 218.30 അപ്സ്ട്രീമിൽ, ഡൗൺ സ്ട്രീമിൽ 216.80. ഫുൾ സപ്ലൈ ഡെപ്ത് അറ്റ് അപ്സ്ട്രീം 1.8 മീറ്റർ, ഡൗൺ സ്ട്രീം സെയിം വാല്യൂ ആണ്. ബെഡ് വിഡ്ത്ത് 26 മീറ്റർ ആണ്. ബെഡ് ലെവൽ അപ്സ്ട്രീമിൽ 216.50 മീറ്റർ, ഡൗൺ സ്ട്രീമിൽ 215 മീറ്റർ. ഡ്രോപ്പ് 1.5 മീറ്റർ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ടേക്ക് ബ്ലൈസ് ക്രീപ്പ് കോഫിഷ്യൻ്റ് ആസ് 8. ആൽസോ റീഡിസൈൻ ദി സ്ട്രക്ചർ ബൈ Khosla's theory taking safe exit gradient as 1/5. അപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ബ്ലൈസ് കോഫിഷ്യൻ്റ് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഡിസൈൻ എന്ത് ചെയ്യണം, റീഡിസൈൻ ചെയ്യണം. Khosla's തിയറി വെച്ച് റീഡിസൈൻ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പിലോട്ട് നമ്മൾ കിടക്കുകയാണ്, ഡിസൈൻ സ്റ്റെപ്പിലോട്ട് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് എച്ച് ആൻഡ് ഡി. എച്ചിൻ്റെ വാല്യൂയും അതേപോലെ തന്നെ സ്മാൾ ഡിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അവിടെ എച്ച് എന്ന് പറഞ്ഞ വാല്യൂ എന്ന് പറഞ്ഞാൽ ക്രസ്റ്റിൻ്റെ ടോപ്പ് തൊട്ട് ഫുൾ സപ്ലൈ ലെവൽ വരെയുള്ള ഹൈറ്റാണ് എച്ച് എന്ന് പറയുന്നത്. ഡി എന്ന് പറയുന്നത് ആ ഒരു ഹൈറ്റാണ്, ക്രസ്റ്റ് തൊട്ട് ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ വരെയുള്ള ഹൈറ്റാണ് ഡി എന്ന് പറയുന്നത്, സ്മാൾ ഡി എന്ന് പറയുന്നത്. ഇനി ഓരോ ടേംസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്സ്ട്രീം ബെഡ് ലെവലിൽ നിന്ന് ഫുൾ സപ്ലൈ ലെവൽ വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ ഡി. അപ്സ്ട്രീം ബെഡ് ലെവലിൽ നിന്ന് ക്രസ്റ്റ് വരെയുള്ള ഹൈറ്റാണ് എച്ച്. ആ ക്രസ്റ്റ് മുതൽ ടോട്ടൽ എനർജി ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഇ. പിന്നെ ഡ്രോപ്പ് നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. അപ്സ്ട്രീം ബെഡ് ലെവലിൽ നിന്ന് താഴെ ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ വരെയുള്ള ഹൈറ്റ്, അതാണ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ദി കനാലാണ്, അത് 26 മീറ്ററാണ്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഡിസ്ചാർജിൻ്റെ വാല്യൂ 14 ക്യുമെക്സിനെക്കാട്ടിയും കൂടുതലാണ് വരുന്നത് ഡിസ്ചാർജ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ട്രപ്പിസോഡൽ ക്രസ്റ്റ് വേണം എന്ത് ചെയ്യാനുള്ള, യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെല്ലാം ട്രപ്പിസോഡൽ ക്രസ്റ്റിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നത്. ഇനി അത് 14 താഴെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റെക്റ്റാങ്കുലർ ക്രസ്റ്റ് ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാമായിരുന്നു. സോ സിൻസ് ദ ഡിസ്ചാർജ് ഈസ് മോർ ദാൻ 14 ക്യുമെക്സ്, ട്രപ്പിസോഡൽ ക്രസ്റ്റ് വിൽ ബി അഡോപ്റ്റഡ്. ഇനി നമുക്ക് അവിടെയുള്ള ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യണം. ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്. Q = 1.99 ഇൻറ്റു LH⁻³ ഇൻറ്റു H/B ദി ഹോൾ റൈസ് ടു 1/6. ഇവിടെ L എന്ന് പറയുന്ന വിഡ്ത്ത് ഓഫ് ദി കനാലാണ്, Q എന്ന് പറയുന്ന 40 ക്യുമെക്സ് ആണ്. ഇനി ബിയുടെ വാല്യൂ, ബി എന്ന് പറയുന്ന 0.55 ഇൻറ്റു √H+D ആണ്. ഇനി നമ്മൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ എച്ച് പ്ലസ് സ്മാൾ ഡി, അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.6 പ്ലസ് H+D ആണ്, അത് ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇവിടെ ഡ്രോപ്പ് തന്നിട്ട്, ഡ്രോപ്പ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അപ്സ്ട്രീം ബെഡ് ലെവലിൻ്റെയും ഡൗൺ സ്ട്രീം ബെഡ് ലെവലിൻ്റെയും ഡിഫറൻസ് ആണ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. 1.5 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനി ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ H+D എന്ന് പറയുന്നത് എച്ചിൻ്റെ കൂടെ, ക്യാപിറ്റൽ എച്ചിൻ്റെ കൂടെ ഡി ആഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആൾസോ ഈക്വൽ ടു ഡി പ്ലസ് ക്യാപിറ്റൽ ഡി പ്ലസ് ഡ്രോപ്പാണ്. ഇവിടെ ഡി എന്ന് പറയുന്നത് ഫുൾ സപ്ലൈ ഡെപ്ത് ആണ്, ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത്. അത് നമുക്കറിയാവുന്ന വാല്യൂ ആണ് 1.8 പ്ലസ് ഡ്രോപ്പ് 1.5.
ദാറ്റ് ഈസ് ഈക്വൽ ടു 3.3 മീറ്റർ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്യാപിറ്റൽ എച്ച് പ്ലസ് ഡി എന്ന് പറഞ്ഞ ടേംസിൽ എച്ചിൻ്റെ വാല്യൂ അറിയത്തില്ല, അതേപോലെ തന്നെ ഡിയുടെ വാല്യൂ നമുക്ക് അറിയത്തില്ല. സോ അതുകൊണ്ട് എച്ച് പ്ലസ് ഡി ഈക്വൽ ടു ഡി പ്ലസ് ഡ്രോപ്പ് എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ച് 3.3 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. അവിടെ നിന്ന് ബിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. 0.55 ഇൻറ്റു റൂട്ട് ഓഫ് എച്ച് പ്ലസ് ഡി. അത് ചെയ്യുമ്പോൾ 0.99 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 എന്ന് പറഞ്ഞെടുക്കാം. ദെൻ ആ വാല്യൂസ് എല്ലാം കൂടി നമ്മൾ ക്യൂവിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ക്യൂ ഈക്വൽ ടു 1.99 ഇൻറ്റു എൽ ഇൻറ്റു എച്ച് റൈസ് ടു 3/2 ദ ഹോൾ ഇൻറ്റു എച്ച് ബൈ ബി ദി ഹോൾ റൈസ് ടു 1/6. അപ്പോൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ക്യൂവിന് 40 ആണ്. 40 ഈക്വൽ ടു 1.99 ഇൻറ്റു 26 ഇൻറ്റു എച്ച് റൈസ് ടു 3/2 ഇൻറ്റു എച്ച് ബൈ ബിയുടെ വാല്യൂ 1 ആണ്. ദ ഹോൾ റൈസ് ടു 1/6. ഇവിടെ എച്ചിൻ്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല. സോ ഈ ഇക്വേഷനിൽ നിന്ന് ക്യാപിറ്റൽ എച്ചിൻ്റെ വാല്യൂ 0.8569, ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ടേക്കൺ ആസ് 0.86 ആയിട്ട് നമ്മൾ എടുക്കും. സോ എച്ച് പ്ലസ് ഡി, ക്യാപിറ്റൽ എച്ച് പ്ലസ് സ്മോൾ ഡി എന്ന് പറയുന്നത് 3.3 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിയുടെ വാല്യൂ അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഡിയുടെ വാല്യൂ 3.3 മൈനസ് 0.86 ഈക്വൽ ടു 2.44 മീറ്റർ ആണ്. ദെൻ ഡി പ്ലസ് ഡ്രോപ്പ് എന്ന് പറയുന്നത് 3.3 മീറ്റർ ആണെന്ന് നമുക്കറിയാം. അവിടെ നിന്ന് ക്യാപിറ്റൽ ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കും. 1.8 മീറ്റർ. നമ്മൾ ആൾറെഡി ഡിയുടെ വാല്യൂ നമുക്കറിയാം. ദെൻ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ക്രസ്റ്റ് എബോവ് ദി ബെഡ്. ഹൈറ്റ് ഓഫ് ക്രസ്റ്റ് എബോവ് ദി ബെഡ്, ബെഡിന് മുകളിലുള്ള ക്രസ്റ്റിൻ്റെ ഹൈറ്റ്, ദാറ്റ് ഈസ് സ്മോൾ എച്ചിൻ്റെ വാല്യൂ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.8 ഡി മൈനസ് ക്യാപിറ്റൽ ഡി മൈനസ് ക്യാപിറ്റൽ എച്ച് ആണ്. ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഡി എന്ന് എച്ച് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് സ്മോൾ എച്ച് എന്ന് പറയുന്നത്. 1.8 മൈനസ് 0.86 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.94 മീറ്റർ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തത്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രസ്റ്റിൻ്റെ ഡിസൈനാണ്. ഡിസൈൻ ഓഫ് ക്രസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ കനാലിൻ്റെ സ്ലോപ്പ് നമുക്ക് അസ്യൂം ചെയ്യാം. 1:1 ആണ് സ്ലോപ്പ് എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്യാം. അവിടെ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കണ്ടിന്യൂറ്റി ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് വെലോസിറ്റി ഓഫ് അപ്രോച്ച് വി എന്ന് പറയുന്ന ഡിസ്ചാർജ് ബൈ ഏരിയ ആണ്. ഏരിയ എന്ന് പറയുന്നത് ട്രപ്പിസോയിഡിലാണ്. ഒരു ട്രപ്പിസോയിഡൽ സെക്ഷൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ബി പ്ലസ് എൻ ഡി ഇൻറ്റു ഡി ആണ്. അപ്പോൾ ഇവിടെ എൻ എന്ന് പറയുന്ന സൈഡ് സ്ലോപ്പാണ്. എന്നിൻ്റെ വാല്യൂ 1 ആണ്. ഡിയുടെ വാല്യൂ 1.8 ആണ്. ബിയുടെ വാല്യൂ 26 ആണ്. അത് ചെയ്യുമ്പോഴത്തേക്ക് 50.04 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ് എന്ത് കിട്ടും? ഏരിയ നമുക്ക് കിട്ടും. ദെൻ അവിടെ നിന്ന് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു 40/50.04 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.799 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടും ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ടേക്കൺ ആസ് 0.8 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ വെലോസിറ്റി ഹെഡ് എന്ന് പറയുന്നത് VA²/2g ആണ്. വെലോസിറ്റി ഹെഡ് VA²/2g ദാറ്റ് ഈസ് ഈക്വൽ ടു 0.8² ഡിവൈഡ് ബൈ 2 ഇൻറ്റു 9.81 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.032 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ഇനി നമ്മൾ അപ്സ്ട്രീം ടോട്ടൽ എനർജി ലൈൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്സ്ട്രീം ടോട്ടൽ എനർജി ലൈൻ എന്ന് പറയുന്നത് അപ്സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ പ്ലസ് വെലോസിറ്റി ഹെഡാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 218.30 പ്ലസ് 0.032 ആണ്. അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 218.332 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ഇനി റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ക്രസ്റ്റ് എന്ന് പറയുന്നത് അപ്സ്ട്രീം FSL മൈനസ് എച്ച് ആണ്. അപ്സ്ട്രീം FSL 218.30 മൈനസ് എച്ച് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. 0.86 എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ വാല്യൂ മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് 217.44 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ദെൻ ദ വാല്യൂ ഓഫ് ഇ എന്ന് പറയുന്നത് എനർജി എന്ന് പറയുന്നത് H പ്ലസ് V²/2g ആണ്. അതിനെ നമുക്ക് വേറൊരു രീതിയിലും എഴുതാം. ദാറ്റ് ഈസ് ആൾസോ ഈക്വൽ ടു അപ്സ്ട്രീം ടോട്ടൽ എനർജി ലൈൻ മൈനസ് റെഡ്യൂസ് ലെവൽ ഓഫ് ക്രസ്റ്റ് എന്ന് വേണമെങ്കിലും നമുക്ക് എഴുതാം. രണ്ട് രീതിയിലും നമുക്ക് ഇയുടെ വാല്യൂ കണ്ടുപിടിക്കാം. രണ്ട് ചെയ്താലും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.892 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് സിസ്റ്റേൺ. ഇവിടെ സിസ്റ്റേൺ കൊണ്ട് മീൻ ചെയ്യുന്നത് ഈ ക്രസ്റ്റ് കഴിഞ്ഞിട്ടുള്ള പോർഷനിൽ കുറച്ച് ഭാഗം ലെങ്തി ആയിട്ട് കിടക്കും. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡൗൺ സ്ട്രീം എൻഡിലോട്ട് പോകുന്നത്. അത്രയും പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സിസ്റ്റേൺ കൊണ്ട് മെയിൻ ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ ഡെപ്ത് ഓഫ് സിസ്റ്റേണും ലെങ്ത് ഓഫ് സിസ്റ്റേണും നമുക്ക് കണ്ടുപിടിക്കണം. ഡെപ്ത് ഓഫ് സിസ്റ്റേൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എക്സ് ഈക്വൽ ടു 1/4 ഇൻറ്റു ഇ ഇൻറ്റു എച്ച് എൽ ദ ഹോൾ റൈസ് ടു 2/3. അപ്പോൾ അവിടെ നിന്ന് എന്ത് കിട്ടും? സിസ്റ്റേണിൻ്റെ ലെങ്ത് കിട്ടും. അതേപോലെ തന്നെ ഡെപ്ത് കിട്ടും. സിസ്റ്റേണിൻ്റെ ഡെപ്ത് കിട്ടിക്കഴിഞ്ഞാൽ സിസ്റ്റേണിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാം. അതിനുള്ള ഇക്വേഷനും 5 ഇൻറ്റു ഇ എച്ച് എൽ റൈസ് ടു 1/2 ആണ് ലെങ്ത് ഓഫ് സിസ്റ്റേൺ എൽ സി എന്ന് പറഞ്ഞ വാല്യൂ. ഇനി എൽ സിയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു? ലെങ്ത് 6 മീറ്റർ ആയിട്ട് അപ്രോക്സിമേറ്റ്ലി എടുത്ത്. ഇനി റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ബെഡ് ഓഫ് സിസ്റ്റേണിൻ്റെ ബെഡ് ലെവലിലുള്ള റെഡ്യൂസ്ഡ് ലെവൽ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഡൗൺ സ്ട്രീം ബെഡ് മൈനസ് എക്സ്. എക്സ് എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് സിസ്റ്റേൺ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഡൗൺ സ്ട്രീം ബെഡിൽ നിന്ന് ഡെപ്ത് ഓഫ് സിസ്റ്റേൺ മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 215 മൈനസ് 0.304. അത് ചെയ്യുമ്പോഴത്തേക്ക് 214.69 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ദെൻ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 215 മൈനസ് 214.69 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.31 എന്ന് പറഞ്ഞ് കിട്ടും. നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് എക്സിൻ്റെ വാല്യൂ ചെയ്തത് കറക്റ്റ് തന്നെയെന്ന് അറിയാനായിട്ട്. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് ഇംപെർവിയസ് ഫ്ലോർ. ഇവിടെ ഇംപെർവിയസ് ഫ്ലോർ എന്ന് പറയുന്നത് നമ്മൾ കോൺക്രീറ്റ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇവിടുത്തെ സീപ്പേജ് ഹെഡ് അറിയാം. എച്ച് എസ് എന്ന് പറയുന്നത് 2.44 ആണ്, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ബ്ലൈസ് കോഎഫിഷ്യൻ്റ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, 8 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ഇംപെർവിയസ് ഫ്ലോർ ഈക്വൽ ടു, അല്ലെങ്കിൽ ക്രീപ്പ് ലെങ്ത് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ബ്ലൈസ് തിയറി വെച്ചിട്ട് സി ഇൻറ്റു എച്ച് എസ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 2.44 ദാറ്റ് ഈസ് ഈക്വൽ ടു 19.5 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ഇനി നമ്മൾ അപ്സ്ട്രീം കട്ട് ഓഫിന് ഡെപ്ത് കൊടുക്കുന്ന D1 1 മീറ്റർ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്ത്, ഡൗൺ സ്ട്രീം കട്ട് ഓഫിന് 1.6 മീറ്റർ എന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പം നമ്മൾ ഇനി കണ്ടുപിടിക്കുന്നത് വെർട്ടിക്കൽ ക്രീപ്പ് ലെങ്ത്. ഇപ്പോൾ 1 ഉണ്ട് 1.6 ഉണ്ട്. സോ വെർട്ടിക്കൽ ക്രീപ്പ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് 1.6 ദാറ്റ് ഈസ് ഈക്വൽ ടു 5.2 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ഇനി ലെങ്ത് ഓഫ് ഹൊറിസോണ്ടൽ ഇംപെർവിയസ് ഫ്ലോർ, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഇംപെർവിയസ് ഫ്ലോറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 19.5 നിന്ന് 5.2 മൈനസ് ചെയ്യുമ്പോൾ 14.3 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ അത് ഞാൻ അപ്രോക്സിമേറ്റ്ലി 15 എന്ന് പറഞ്ഞ് എടുക്കുന്നു ലെങ്ത് ഓഫ് ഇംപെർവിയസ് ഫ്ലോർ. ഇനി മിനിമം ലെങ്ത് ഓഫ് ഇംപെർവിയസ് ഫ്ലോർ ടു ദി ഡൗൺ സ്ട്രീം ടോ ഓഫ് ക്രസ്റ്റ് വാൾ. ക്രസ്റ്റ് വാളിൻ്റെ ഡൗൺ സ്ട്രീം ടോയിൽ കൊടുക്കേണ്ട മിനിമം ലെങ്ത് ഇംപെർവിയസ് ഫ്ലോറിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഡി പ്ലസ് 1.2 പ്ലസ് എച്ച് എൽ. സോ 2 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 1.8 പ്ലസ് 1.2 ബ്രാക്കറ്റ് ക്ലോസ് പ്ലസ് 1.5. അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തീണ്ടും 7.5 മീറ്റർ എന്ന് പറഞ്ഞിട്ടും. അവിടെ ഞാൻ എൽ ഡി എന്ന് പറയുന്നത് മിനിമം ലെങ്ത് ഓഫ് ഇംപെർവിയസ് ഫ്ലോർ ടു ദി ഡൗൺ സ്ട്രീം ടോ ഓഫ് ദി ക്രസ്റ്റ് വാൾ ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ടേക്കൺ ആസ് 8 മീറ്റർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 15 മീറ്റർ നമ്മൾ ഈ ലെങ്ത് ഓഫ് ഇംപെർവിയസ് ഫ്ലോർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി മിനിമം ലെങ്ത് എത്രയെന്ന് എടുത്തായിരുന്നു? 8 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയായിരുന്നു. സോ അതുകൊണ്ട് ഇനി ബാലൻസ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 15 മൈനസ് 8 ഈക്വൽ ടു 7 മീറ്റർ. ദാറ്റ് ഈസ് ടു ബി പ്രൊവൈഡഡ് അറ്റ് ദി ബേസ് ആൻഡ് അപ്സ്ട്രീം ഓഫ് ദി ക്രസ്റ്റ്. ഡൗൺ സ്ട്രീം കഴിഞ്ഞ് ഇനി അപ്സ്ട്രീമിൻ്റെ ബേസിലും ക്രസ്റ്റിലുമായിട്ട് എന്ത് ചെയ്യണം? ആ വാല്യൂ ബാലൻസ് ലെങ്ത് നമ്മൾ കൊടുക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കാൽക്കുലേഷൻ ഓഫ് അപ്ലിഫ്റ്റ് പ്രഷർ ആൻഡ് തിക്നെസ്. അപ്പോൾ നമുക്ക് കിട്ടിയത് വെച്ചിട്ടുള്ള അപ്ലിഫ്റ്റ് പ്രഷറും തിക്നെസ്സും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ടോട്ടൽ ക്രീപ്പ് ലെങ്ത് എന്ന് പറയുന്നത് 15 പ്ലസ് 2 ഇൻറ്റു 1 പ്ലസ് 1.6 ആണ്. അതായത് ഹൊറിസോണ്ടൽ ക്രീപ്പ് ലെങ്ത് പ്ലസ് വെർട്ടിക്കൽ ക്രീപ്പ് ലെങ്ത് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 20.2 മീറ്റർ. ഇനി ഇവിടെ ഫസ്റ്റ് എന്ന് പറയുന്നത് ദി അപ്ലിഫ്റ്റ് പ്രഷർ അണ്ടർ ദി അപ്സ്ട്രീം ഫ്ലോർ വിൽ ബി കൗണ്ടർ ബാലൻസ്ഡ് ബൈ ദ വെയ്റ്റ് ഓഫ് ദി ഫ്ലോർ. അപ്പോൾ ഈ അപ്ലിഫ്റ്റ് പ്രഷർ അപ്സ്ട്രീം ഫ്ലോറിലാണെങ്കിൽ എന്ത് ചെയ്യുന്നു? അപ്ലിഫ്റ്റ് പ്രഷറിനെ വെയ്റ്റ് ഓഫ് ദി വാട്ടർ കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യുന്നു, കൗണ്ടർ ബാലൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട? തിക്നെസ് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ട. പക്ഷേ എന്നാലും എന്ത് ചെയ്യണം? ഒരു മിനിമം തിക്നെസ് ആയിട്ട് 0.4 മീറ്റർ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇനി മറ്റ് പോയിൻറ്റ്സിലെന്ന് വെച്ചാൽ മാക്സിമം വെർട്ടിക്കൽ ഓർഡിനേറ്റ് ബിറ്റ്വീൻ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ ആൻഡ്
ഫ്ലോർ ലെവൽ ഗീവ്സ് ദി അപ്ലിഫ്റ്റ് പ്രഷർ. അപ്പോൾ ഇവിടെ നിന്ന് മാക്സിമം അൺബാലൻസ്ഡ് ഹെഡ് അണ്ടർ ദി ടോ ഓഫ് ദി ക്രസ്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1.66 മീറ്റർ ആണ്. ദെയർഫോർ നമ്മൾ സ്റ്റാറ്റിക് ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യാണ്. 2.44 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 1 മൈനസ് 7 പ്ലസ് 2 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 20.2 ദ ഹോൾ പ്ലസ് എക്സ്. അത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന വാല്യൂ 1.66 മീറ്റർ എന്ന് പറഞ്ഞ് എന്ത് കിട്ടും? സ്റ്റാറ്റിക് ഹെഡ് കിട്ടും. Therefore, the thickness required is static head divided by specific gravity minus 1. That is 1.66 minus specific gravity 2.24 minus 1. That is equal to 1.34 meter എന്ന് പറഞ്ഞ് കിട്ടും. That is also approximately taken as 1.4 meter. സോ അതുകൊണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു 1.4 മീറ്റർ തിക്ക് സിമൻറ്റ് കോൺക്രീറ്റ് ഫ്ലോർ പ്രൊവൈഡ് ചെയ്യാന്നുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ ചെയ്ത സ്റ്റെപ്പ് വെച്ചിട്ട് ഈ കോസ്ലാസ് തിയറി വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എക്സിറ്റ് ഗ്രേഡിയൻറ്റ് ജി ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/π√λ ഇൻറ്റു HS/d2. എക്സിറ്റ് ഗ്രേഡിയൻറ്റ് 1/5 ആണെന്ന് തന്നിട്ടുണ്ട്. 1/π√λയുടെ വാല്യൂ അവിടെ നിന്ന് 0.131 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ആ കിട്ടുന്ന വാല്യൂ വെച്ചുകൊണ്ട് കോസ്ലാസ് എക്സിറ്റ് ഗ്രേഡിയൻറ്റ് കർവ് വെച്ച് നമ്മൾ ആൽഫയുടെ വാല്യൂ കറസ്പോണ്ടിങ് ടു 1/π√λ ഈക്വൽ ടു 0.131. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ആൽഫയുടെ വാല്യൂ എന്ത് ചെയ്യുന്നു? 0.131 എന്ന് പറഞ്ഞ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫയുടെ വാല്യൂ നമ്മൾ എടുക്കുന്നു. അത് അടുത്ത പേജിൽ കോസ്ലാസ് ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കോസ്ലാസ് ചാർട്ട് നോക്കുക. ഇവിടെ നിന്ന് നമുക്ക് കിട്ടേണ്ട വാല്യൂ എന്ന് പറയുന്നത് 0.131 എന്ന് പറഞ്ഞ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫയുടെ വാല്യൂ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക 0.3 ഉണ്ട്. 0.131 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫയുടെ വാല്യൂ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അത് കിട്ടുന്നത് 10.5 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് therefore ബി എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു d2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10.5 ഇൻറ്റു 1.6 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 16.8 മീറ്റർ. ഇനി ലെങ്ത് ആക്ച്വലി പ്രൊവൈഡഡ് ബൈ ബ്ലൈസ് തിയറി എന്ന് പറയുന്നത് 15 മീറ്റർ ആണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ നമുക്ക് ബ്ലൈസ് തിയറി വെച്ച് നമ്മൾ എടുത്ത ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? കുറവാണ്. ലെസ് ദാൻ ദി ലെങ്ത് റിക്വേർഡ് ലെങ്തിനെക്കാട്ടിയും കുറവാണ്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ലെങ്ത് നമുക്ക് ഇൻക്രീസ് ചെയ്യാം, 2 മീറ്റർ കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഇൻക്രീസ് ചെയ്യാം. അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ദി കട്ട് ഓഫ് ടു ബി ഇൻക്രീസ്ഡ്, കട്ട് ഓഫിൻ്റെ ഡെപ്ത്ത് ഇൻക്രീസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ കട്ട് ഓഫിൻ്റെ ഡെപ്ത്ത് എന്ത് ചെയ്ത് D2ൻ്റെ വാല്യൂ 0.2 കൂടി കൂട്ടി 1.80 മീറ്റർ എന്നാക്കി. ബി എന്ന് പറയുന്ന ലെങ്ത് എന്ന് പറയുന്ന 15 മീറ്റർ ആയിട്ട് തന്നെ എടുത്തു. അവിടെ നിന്ന് ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് ആൽഫയുടെ വാല്യൂ ഈക്വൽ ടു B/D2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 8.33. ഇനി എക്സിറ്റ് ഗ്രേഡിയൻ്റ് കർവ്സ് ആൽഫയ്ക്ക് 8.33 വരുന്ന എക്സിറ്റ് ഗ്രേഡിയൻ്റ് കർവ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? 1/π√λ ഈക്വൽ ടു എത്ര നമുക്ക് കിട്ടും? 0.15 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. 0.15 എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് കിട്ടും? എക്സിറ്റ് ഗ്രേഡിയൻ്റ് കർവിൽ നിന്ന് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെർമിസിബിൾ എക്സിറ്റ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് ആ വാല്യൂസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ജി ഇയുടെ വാല്യൂ 1/π√λ ഇൻറ്റു HS/d2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 1/5.1 ആണ്. അത് പെർമിസിബിൾ എക്സിറ്റ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് 1/5 ആണ്. സോ സേഫ് ഡിസൈനാണ്. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പ് സ്ട്രീം കട്ട് ഓഫിലും ഡൗൺ സ്ട്രീം കട്ട് ഓഫിലുള്ള പ്രഷർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള തിക്നെസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്നറിയാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രഷർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഫിഗർ നോക്കി കഴിഞ്ഞാൽ അറിയാം അപ്പ് സ്ട്രീമെൻറ്റും ഡൗൺ സ്ട്രീമെൻറ്റും ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പ് സ്ട്രീം കട്ട് ഓഫിൻ്റെ ഡെപ്ത് 1 ആണ്. ലെങ്ത് ബി എന്ന് പറയുന്നത് 15 ആണ്. 1/α എന്ന് പറയുന്നത് D1/B ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.0666 എന്ന് പറഞ്ഞ് കിട്ടും. ആ വാല്യൂ വെച്ചുകൊണ്ട് കോസ്ലാസ് കർവ് 5C1 ഈക്വൽ ടു 100 - 24
ഈക്വൽ ടു 76% എന്ന് എഴുതിയിട്ടുണ്ട്. സോ അവിടെ 100 മൈനസ് 5c ആണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഈ സെക്കൻഡ് കർവിൽ 5cയുടെ വാല്യൂ എത്രയാണെന്നുള്ളത് നോക്കും. 1/α കറസ്പോണ്ടിങ് ആയിട്ടുള്ള 5cയുടെ വാല്യൂ നമ്മൾ നോക്കും. അത് 24 എന്ന് പറഞ്ഞാണ് കിട്ടുന്നത്. 1/α കറസ്പോണ്ടിങ് ആയിട്ടുള്ള 5dയുടെ വാല്യൂ നമ്മൾ നോക്കും. അത് 17 എന്ന് പറഞ്ഞാണ് കിട്ടുന്നത്. സോ അവിടെ നിന്ന് 5c1ഉം 5d1ഉം 100 മൈനസ് ദാറ്റ് വാല്യൂസ് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടും 76% 5c1ഉം 5d1 ഈക്വൽ ടു 83% എന്ന് പറഞ്ഞ് കിട്ടും. ഇനി അസ്യൂം എ ഫ്ലോർ തിക്നെസ് ഈക്വൽ ടു 0.4 മീറ്റർ അറ്റ് ദി അപ്സ്ട്രീം എൻഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 0.4 മീറ്ററാണ് തിക്നെസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി കറക്റ്റഡ് 5c1 ഈക്വൽ ടു 76 പ്ലസ് 83 മൈനസ് 76 ഡിവൈഡ് ബൈ 1 ഹോൾ ഇൻറ്റു 0.4 ദാറ്റ് ഈസ് ഈക്വൽ ടു 78.8% എന്ന് പറഞ്ഞ് കിട്ടും. ഇനി അതേപോലെ തന്നെ ഡൗൺ സ്ട്രീം കട്ട് ഓഫ് വാൾ നമ്മൾ ചെയ്യുകയാണ്. ഡൗൺ സ്ട്രീം കട്ട് ഓഫ് വാളിൻ്റെ ഡെപ്ത്ത് നമ്മൾ ഇൻക്രീസ് ചെയ്തായിരുന്നു. 1.8 മീറ്റർ ആയിട്ട് നമ്മൾ എടുത്തായിരുന്നു. ലെങ്ത് 15 മീറ്ററാണ്. 1/α എന്ന് പറഞ്ഞാൽ d2/b ആണ്. ചെയ്യുമ്പോഴത്തേക്ക് 0.12 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി നേരത്തെ പോലെ തന്നെ കോസ്ലാസ് കർവിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് 5e2ൻ്റെയും 5d2ൻ്റെയും വാല്യൂ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. 1/α കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്രയാണോ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എടുക്കുന്നത്. അപ്പോൾ 5e2 ഈക്വൽ ടു 31%, 5d2 ഈക്വൽ ടു 21.5%. ഇനി അസ്യൂം ഡൗൺ സ്ട്രീം ഫ്ലോർ തിക്നെസ് 0.6 മീറ്റർ എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്യുകയാണ്. കറക്റ്റഡ് 5e2 എന്ന് പറയുന്നത് 31 മൈനസ് 21.5 ഡിവൈഡ് ബൈ 1.8 ഇൻറ്റു 0.6 ആണ്. 27.8 ആണ് കറക്റ്റഡ് ആയിട്ടുള്ള 5e2ൻ്റെ വാല്യൂ. സോ അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് ഫ്ലോറിലെ പ്രഷർ വാരി ചെയ്യുന്നത് 78.8% അപ്സ്ട്രീമിലും അവിടെ നിന്ന് 27.8 അറ്റ് ഡൗൺ സ്ട്രീം എൻഡിലുമാണ്. ഇനി നമ്മൾ തിക്നെസ്സിൻ്റെ കാൽക്കുലേഷനാണ്. അപ്പം നമ്മളിവിടെ മിനിമം തിക്നെസ് ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രൊവൈഡ് എ മിനിമം തിക്നെസ് ഓഫ് 0.4 മീറ്റർ ഫോർ ദി അപ്സ്ട്രീം ഫ്ലോർ. അപ്സ്ട്രീം ഫ്ലോറിന് ഒരു 0.4 മീറ്റർ മിനിമം തിക്നെസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി അതേപോലെ തന്നെ തിക്നെസ് അറ്റ് ദി ഡൗൺ സ്ട്രീം ടോ ഓഫ് ദി ക്രസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അവിടെ നമ്മൾ ചെയ്യുന്നത് പെർസെൻറ്റേജ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 27.8 പ്ലസ് 78.8 മൈനസ് 27.8 ഡിവൈഡ് ബൈ 15 ഇൻറ്റു 8. ടോ ഓഫ് ദി ക്രസ്റ്റ് വരെയുള്ള ലെങ്ത് 8 ആണ് ഉള്ളത്. സോ അതുകൊണ്ടാണ് നമ്മൾ 8 എന്ന് പറഞ്ഞെടുത്തത്. സോ പെർസെൻറ്റേജ് ഓഫ് പ്രഷർ എന്ന് പറയുന്നത് 55% എന്ന് പറഞ്ഞ് കിട്ടും. മാക്സിമം സ്റ്റാറ്റിക് ഹെഡ് ഈക്വൽ ടു 0.55 ഇൻറ്റു HS പ്ലസ് എക്സ് ആണ്. അവിടെ 0.55 എന്ന് പറയുന്നത് എന്താണ്? പെർസെൻറ്റേജ് പ്രഷറാണ്. 55/100 ആണ്. ഇൻറ്റു 0.55 ഇൻറ്റു 2.44 പ്ലസ് 0.31 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.67 മീറ്റർ. സോ അതുകൊണ്ട് തിക്നെസ് റിക്വേർഡ് എന്ന് പറയുന്നത് 1.67 ഡിവൈഡ് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി മൈനസ് 1 ആണ്. 1.67 ഡിവൈഡ് ബൈ 2.24 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.35 മീറ്റർ. ദ തിക്നെസ് പ്രൊവൈഡഡ് ബൈ ബ്ലൈസ് തിയറി 1.4 മീറ്റർ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ദെയർഫോർ പ്രൊവൈഡ് 1.4 മീറ്റർ തിക്ക് സിമൻറ്റ് കോൺക്രീറ്റ് ഫ്ലോർ overlaid by 0.2 meter thick brick pitching for a length of 30 meter. 30 meter ലെങ്തിൽ എന്ത് ചെയ്യുന്നു? 0.2 മീറ്റർ തിക്കിലുള്ള ബ്രിക്ക് പിച്ചിങ് കൂടി നമ്മൾ എന്താണ് പ്രൊവൈഡ് ചെയ്യണം. ഇനി സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ അറ്റ് 3 മീറ്റർ, തേർഡ് കേസ് എന്ന് പറഞ്ഞാൽ അറ്റ് 3 മീറ്റർ ഫ്രം ദി ടോ ഓഫ് ദി ക്രസ്റ്റിൻ്റെ ടോ ഓഫ് ദി ക്രസ്റ്റിൽ നിന്ന് 3 മീറ്റർ മാറിയിട്ടുള്ള പെർസെൻറ്റേജ് പ്രഷറും അതേപോലെ തിക്നെസ്സും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അറ്റ് 3 മീറ്റർ ആകുമ്പോഴത്തേക്ക് പെർസെൻറ്റേജ് പ്രഷർ എന്ന് 27.8 പ്ലസ് 78.8 മൈനസ് 27.8 ഡിവൈഡ് ബൈ 15 ഇൻറ്റു ടോട്ടൽ ടോ ഓഫ് ദി ക്രസ്റ്റ് തൊട്ട് ഡൗൺ സ്ട്രീം വരെയുള്ള ലെങ്ത് 8 മീറ്റർ ആണ്. അവിടെ നിന്ന് 3 മീറ്റർ മാറുമ്പോഴത്തേക്ക് റിമൈനിങ് ലെങ്ത് എന്ന് പറയുന്നത് 5 ആണ്. ഇൻറ്റു 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 44.8%. ഇനി മാക്സിമം സ്റ്റാറ്റിക് ഹെഡ് എന്ന് പറയുന്നത് 0.448 ഇൻറ്റു 2.44 പ്ലസ് 0.31 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.4 മീറ്റർ. ദെയർഫോർ തിക്നെസ് റിക്വയർഡ് ഈക്വൽ ടു 1.4 മൈനസ് ഡിവൈഡ് ബൈ
2.24 minus 1, that is equal to 1.13 meter. So hence provide a thickness of 1.2 meter cement concrete overlaid by 0.2 meter brick thick pitching for a length of 3 meter. അപ്പോൾ ആ 3 മീറ്റർ വരെയുള്ള സ്ഥലത്ത് നമ്മൾ കൊടുക്കേണ്ട തിക്നെസ് 1.2 മീറ്റർ തിക്നെസ് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ 0.2 മീറ്റർ ബ്രിക്ക് പിച്ചിങ് പ്രൊവൈഡ് ചെയ്യുക. ഇനി ഫോർത്ത് കേസ് എന്ന് പറയുന്നത് 6 മീറ്റർ ഫ്രം ദി ടോ ഓഫ് ദി ക്രസ്റ്റ്. ക്രസ്റ്റിൻ്റെ ടോയിൽ നിന്ന് 6 മീറ്റർ മാറിയിട്ടുള്ള ലെങ്ത് എത്രയാണെന്നുള്ളത് തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യണം. പെർസെൻറ്റേജ് പ്രഷർ 27.8 പ്ലസ് 78.8 മൈനസ് 27.8 ഡിവൈഡ് ബൈ 15 ഇൻറ്റു 8ൽ നിന്ന് 6 പോയി കഴിഞ്ഞാൽ 8 മൈനസ് 6 എന്ന് പറയുന്നത് 2 ആണ്. ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 34.6%. മാക്സിമം സ്റ്റാറ്റിക് ഹെഡ് ഈക്വൽ ടു 0.346 ഇൻറ്റു 2.44 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.842 മീറ്റർ ആണ്. അവിടെ എക്സിൻ്റെ വാല്യൂ ഇല്ല, 0 ആണ്. അവിടെ നമ്മൾ എടുക്കുന്നില്ല. സിസ്റ്റേൺ എന്ന് പറയുന്നത് 6 മീറ്റർ ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, സിസ്റ്റേൺ എൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ എക്സിൻ്റെ വാല്യൂ എടുക്കുന്നില്ല. Therefore thickness required എന്ന് പറയുന്നത് 0.842 ഡിവൈഡ് ബൈ 2.24 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.59 ആണ് അവിടുത്തെ തിക്നെസ് റിക്വയർഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊവൈഡ് എ തിക്നെസ് ഓഫ് 0.6 മീറ്റർ സിമൻറ്റ് കോൺക്രീറ്റ് ഓവർലേഡ് ബൈ 0.2 മീറ്റർ തിക്ക് പിച്ചിങ് ഫോർ ദി ലാസ്റ്റ് 2 മീറ്റർ ലെങ്ത് ഓഫ് ദി ഫ്ലോർ. ഇനി നമ്മളിതിൻ്റെ സമ്മറി ഓഫ് ഫ്ലോർ തിക്നെസ് എടുക്കുകയാണ്. അപ്സ്ട്രീം ഫ്ലോറിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.4 മീറ്റർ ആണ്. ഡൗൺ സ്ട്രീം ടോ ഓഫ് ക്രസ്റ്റ് ടു 3 മീറ്റർ ഡൗൺ സ്ട്രീം 1.4 മീറ്റർ. 3 മീറ്റർ ടു 6 മീറ്റർ ടോ ഫ്രം ടോ ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് 1.2 മീറ്റർ ആണ്. ലാസ്റ്റ് 2 മീറ്റർ എന്ന് പറയുന്നത് 0.6 മീറ്റർ ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് ഡൗൺ സ്ട്രീം വിങ്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഡൗൺ സ്ട്രീം വിങ്സ് വാള് വെർട്ടിക്കലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 ഇൻറ്റു റൂട്ട് ഓഫ് ഇ ഇൻറ്റു എച്ച് എൽ ആണ്. 6 ഇൻറ്റു റൂട്ട് ഓഫ് 0.892 ഇൻറ്റു 1.5 ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 7 ആണ്. ദെൻ ദി വിങ്സ് മേ ബി വാർപ്ഡ് ടു 1:1 സ്ലോപ്സ് അറ്റ് എ സ്പ്ലേ ഓഫ് 1:3. ഹൈറ്റ് ഓഫ് ദി ടോപ്പ് ഓഫ് ഡൗൺ സ്ട്രീം വിങ്സ് എബോവ് ദി ബെഡ് എന്ന് പറയുന്നത് വാട്ടർ ഡെപ്ത് പ്ലസ് 0.5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.3 ആണ്. ദെയർഫോർ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ഓഫ് ദിസ് 1:1 സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്, 2.3 മീറ്റർ ആണ്. ഇനി യൂസിങ് എ സ്പ്ലേ ഓഫ് 1:3 ലെങ്ത് ഓഫ് വാർപ്ഡ് വിങ് മെഷേർഡ് അലോങ് ദി സെൻട്രൽ ലൈൻ ഓഫ് ദി കനാൽ. ആ വാർപ്ഡ് വിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് സെൻട്രൽ ലൈൻ ഓഫ് ദി കനാലിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.3 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 6.9 അപ്രോക്സിമേറ്റ്ലി ടേക്കൺ ആസ് 7 മീറ്റർ. ദെൻ നമ്മൾ 7th സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. 7th സ്റ്റെപ്പിൽ ചെയ്തതെന്ന് വെച്ചാൽ ബെഡ് പിച്ചിങ് ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ബെഡ് പിച്ചിങ് ഫോർ എച്ച് ഈക്വൽ ടു 0.86 മീറ്റർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 9 പ്ലസ് 2 ഇൻറ്റു 1.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 മീറ്റർ ആണ്. അപ്പോൾ ലെങ്ത് ഓഫ് ദി ബെഡ് പിച്ചിങ് 12 മീറ്റർ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന അറ്റ് ദി എൻഡ് ഓഫ് മേസണറി വിങ്സ് ആൻഡ് ദെൻ സ്ലോപ്പിംഗ് അറ്റ് 1:10. ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മേസണറി വിങ്സിൻ്റെ എൻഡിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്ലോപ്പിംഗ് അറ്റ് 1:10. 1:10 അതിൻ്റെ സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ലെങ്ത് ഓഫ് സ്ലോപ്പിംഗ് പിച്ചിങ് എന്ന് പറയുന്നത് 7 മീറ്ററും ലെങ്ത് ഓഫ് ഹൊറിസോണ്ടൽ പിച്ചിങ് എന്ന് പറയുന്നത് 7 - 1 ഈക്വൽ ടു 6 മീറ്ററുമാണ്. ഇനി ടോ വാൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. സോ ഇവിടെ ബെഡ് പിച്ചിങ്ങിൻ്റെ ലെങ്ത് നമുക്ക് കിട്ടിയതെന്ന് വെച്ചാൽ എച്ച് ഈക്വൽ ടു 0.86 മീറ്റർ. അത് നമുക്ക് ഇവിടെ ടേബിളിൽ നിന്നാണ് കിട്ടുന്നത്. ആ ടേബിൾ ഡീറ്റെയിൽസ് ഓഫ് ബെഡ് പിച്ചിങ്ങിൻ്റെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹെഡ് ഓവർ ദി ക്രസ്റ്റ് എത്രയാണെന്ന് നോക്കുക. അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ടോട്ടൽ ലെങ്തും അതുപോലെ കർട്ടൈൻ വാളും ഡെപ്തും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഹെഡ് എന്ന് പറയുന്നത് 0.75 ടു 0.90 മീറ്റർ വരെയാണ് എന്ത് ചെയ്യുന്നത്, ഹെഡ് വേരി ചെയ്യുന്നത്. സോ അതുകൊണ്ട് 9 + 2 ഇൻറ്റു എച്ച് എൽ എന്ന് പറഞ്ഞ ഇക്വേഷനാണ് ടോട്ടൽ ലെങ്ത് ഓഫ് ദി പിച്ചിങ് അറ്റ് ഡൗൺ സ്ട്രീം. അതാണ് 12 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടിയത്. അപ്പോൾ സ്ലോപ്പിംഗ് പിച്ചിങ്ങും കിട്ടി, ഹൊറിസോണ്ടൽ പിച്ചിങ്ങും കിട്ടി. ഇനി ടോ വാൾ എന്ന് പറയുന്നത് 1 ടോ വാൾ ഓഫ് 1 മീറ്റർ ഡെപ്ത് ആൻഡ് 0.4 മീറ്റർ വിഡ്ത്ത്. ഇനി സൈഡ് പിച്ചിങ് നമ്മൾ കൊടുക്കുകയാണ്. സൈഡ് പിച്ചിങ് എന്ന് പറയുന്നത് സൈഡ് പ്രൊട്ടക്ഷനാണ് നമ്മൾ കൊടുക്കുന്നത്, കൺസിസ്റ്റിംഗ് ഓഫ് 0.2 മീറ്റർ തിക്ക് ബ്രിക്ക്.
ഇനി സൈഡ് പിച്ചിങ് നമ്മൾ കൊടുക്കുന്ന കട്ടൈൽഡ് ആംഗിൾ എന്ന് പറയുന്ന 45 ഡിഗ്രി കട്ടൈൽഡ് ആംഗിളിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഡൗൺ സ്ട്രീം പിച്ചിങ് എന്ന് പറയുന്ന സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തത് ബെഡ് പിച്ചിങ്, അതേപോലെ ടോ വാൾ, സൈഡ് പിച്ചിങ്, ഇത് മൂന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്ത 8ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എനർജി ഡിസിപ്പേറ്റേഴ്സ്. ഇപ്പോൾ ലാർജ് ഡിസ്ചാർജൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ എനർജി ഡിസിപ്പേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. അത് തന്നെ ഹൈ ഡിസ്ചാർജിനാണ്. അപ്പോൾ നമ്മൾ പഠിക്കാനുള്ളതും നമുക്ക് ഹൈ ഡിസ്ചാർജ് ഫാൾസിൻ്റെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും എനർജി ഡിസിപ്പേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യണം. എനർജി ഡിസിപ്പേറ്റേഴ്സ് 2 എണ്ണം ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഫ്രിക്ഷൻ ബ്ലോക്കും ഉണ്ട്, പിന്നെ ഒന്ന് എന്തുണ്ട് ക്യൂബ് ബ്ലോക്കും ഉണ്ട്. സോ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ടും നമ്മൾ ഡിസൈൻ ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ക്രിട്ടിക്കൽ ഡെപ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഡി സി എന്ന് പറയുന്നത് Q²/G⁻⁻3. Q എന്ന് പറയുന്നത് 40/26 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.53 ക്യൂമെക്സ് എന്ന് പറഞ്ഞ് കിട്ടും. ഡി സി എന്ന് പറഞ്ഞ വാല്യൂ 0.7 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ഇനി സൈസ് ആൻഡ് പൊസിഷൻ ഓഫ് ഫ്രിക്ഷൻ ബ്ലോക്ക്. അപ്പോൾ നമുക്ക് കിട്ടിയ ഡി സിയുടെ വാല്യൂ നമുക്കറിയാം. ലെങ്ത് ഓഫ് ദി ബ്ലോക്ക് എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ബ്ലോക്ക് എന്ന് പറയുന്നത് 2 ടൈംസ് ഡി സി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.4 മീറ്റർ ആണ്. വിഡ്ത്ത് ഓഫ് ദി ബ്ലോക്ക് എന്ന് പറയുന്നത് ഡി സി ആണ് 0.7 മീറ്റർ. ഹൈറ്റ് ഓഫ് ദി ബ്ലോക്കും ഡി സി ആണ് 0.7 മീറ്റർ. ഡിസ്റ്റൻസ് ഫ്രം ടോ ഓഫ് ദി ക്രസ്റ്റ് എന്ന് പറയുന്നത് ക്രസ്റ്റിൻ്റെ ടോയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1.5 ടൈംസ് ഡി സി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.05 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 മീറ്റർ. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് 2 റോസ്, 2 റോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു സ്റ്റാഗേർഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 മീറ്റർ ഫ്രം ദി ടോ ഓഫ് ദി ക്രസ്റ്റ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രിക്ഷൻ ബ്ലോക്കും ക്യൂബ് ബ്ലോക്കും ഞാൻ ഈ ഫിഗറിൽ വരച്ചിട്ടുണ്ട്. ഫ്രിക്ഷൻ ബ്ലോക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു 6 മാനറിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ സർദ ഫാളിൽ നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്യൂബ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നേരെ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ക്യൂബ് ബ്ലോക്ക് നോക്കുക. ലെങ്ത് എന്ന് പറയുന്നത് 1/10 ടൈംസ് ക്യാപിറ്റൽ ഡി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.18 അപ്രോക്സിമേറ്റ്ലി 0.2. വിഡ്ത്ത് ഈക്വൽ ടു 1/10 ടൈംസ് ഡി. ഹൈറ്റ് ഈക്വൽ ടു 1/10 ടൈംസ് ഡി. ക്യൂബ് ബ്ലോക്ക് ആയതുകൊണ്ട് എല്ലാ സൈഡും ഈക്വലാണ്. ദാറ്റ് ഈസ് ആൾസോ ഓൾ സൈഡ്സ് ആർ ഈക്വൽ ടു 0.2 മീറ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ 2 റോസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്യൂബ് ബ്ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റാഗേർഡ് അറ്റ് ദി എൻഡ് ഓഫ് ഇംപെർവിയസ് ഫ്ലോർ. ഇംപെർവിയസ് ഫ്ലോറിൻ്റെ എൻഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്യൂബ് ബ്ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്സ്ട്രീം അപ്രോച്ചാണ്. റേഡിയസ് ഓഫ് അപ്സ്ട്രീം അപ്രോച്ച് വിങ്സ് എന്ന് പറയുന്നത് 6 ടൈംസ് എച്ച് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 × 0.86 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 5 മീറ്റർ. അപ്പോൾ ഇവിടെ പ്രൊവൈഡ് വിങ് വാൾ സെഗ്മെൻറ്റഡ് വിത്ത് 5 മീറ്റർ റേഡിയസ് സബ്റ്റൻഡിങ് ടു ആൻ ആംഗിൾ അറ്റ് ദി സെൻറ്റർ ആൻഡ് ക്യാരിഡ് ടാൻജൻഷ്യലി ടു ദി ബേം. സോ ഇത്രയാണ് സർദ ഫാളിൻ്റെ 9 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ എച്ചും ഡിയും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്തത് ഫസ്റ്റ് സ്റ്റെപ്പിൽ. സെക്കൻഡ് സ്റ്റെപ്പിൽ ഡിസൈൻ ഓഫ് ക്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. തേർഡ് സ്റ്റെപ്പിൽ ഡിസൈൻ ഫോർ സിസ്റ്റേൺ ചെയ്ത്. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഓഫ് ഇംപെർവിയസ് ഫ്ലോർ. ഫിഫ്ത്ത് സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞാൽ കോസ്ലാസ് തിയറി വെച്ച് എന്ത് ചെയ്ത് എല്ലാം നമ്മൾ ചെക്ക് ചെയ്തു. സിക്സ്ത് സ്റ്റെപ്പിൽ ഡിസൈൻ ഓഫ് ഡൗൺ സ്ട്രീം വിങ്സ് കാൽക്കുലേറ്റ് ചെയ്തു. സെവൻത്ത് സ്റ്റെപ്പ് ഡൗൺ സ്ട്രീം പിച്ചിങ് കാൽക്കുലേറ്റ് ചെയ്തു. 8th സ്റ്റെപ്പ് എനർജി ഡിസിപ്പിറ്റേഴ്സും. 9th സ്റ്റെപ്പ് എന്ത് ചെയ്ത് അപ്സ്ട്രീം അപ്രോച്ചും എന്ത് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ സ്കെയിലൊന്നും വരയ്ക്കേണ്ട കാര്യമില്ല. സ്കെയിൽ നോട്ട് ടു സ്കെയിലൊന്നും ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്കെയിലിൽ വരയ്ക്കേണ്ട. പക്ഷേ എന്നാലും നമ്മൾ ഇതിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ളതും അപ്സ്ട്രീം എൻഡും ഡൗൺ സ്ട്രീം എൻഡും എല്ലാം നോക്കുക. തന്നിട്ടുള്ള വാല്യൂസ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇനി പ്ലാൻ എന്ന് പറയുന്നത് ഹാഫ് പ്ലാനാണ്. ഹാഫ് ഫൗണ്ടേഷൻ പ്ലാനും ഹാഫ് ഫൗണ്ടേഷൻ പ്ലാനാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഹാഫ് ഫൗണ്ടേഷൻ പ്ലാനും അതുപോലെ അതിൻ്റെ ടോപ്പ് വ്യൂവും അങ്ങനെ 2 പ്ലാൻ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വരയ്ക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും നമ്മുടെ സർദ ഫാളിൻ്റെ ഡിസൈൻ എന്താവും കംപ്ലീറ്റ് ആവും. ഡിസൈനും അതുപോലെ തന്നെ ഡ്രോയിങ്ങും.